മാളയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പോലീസ് നീതി നിഷേധം നടത്തിയെന്ന് ADGPക്ക് പരാതി. മാള പോലീസ് പ്രതികൾക്കെതിരെ ദുർബല വകുപ്പുകൾ ചുമത്തിയെന്നാണ് പരാതിയിൽ പരാമർശം. സ്കൂൾ കലോത്സവം വാശിയേറിയ രണ്ടാം ദിനത്തിലേക്ക്. കാണികളായി മത്സരവേദിയിൽ എത്തുന്നവരും നിരവധി. പോയിന്റ് നിലയിൽ ഇഞ്ചോടിഞ്ച് മത്സരം. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ കവർന്നു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മാളയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പോലീസ് നീതി നിഷേധം നടത്തിയെന്ന് പരാതി. ADGPക്കാണ് പരാതി. പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ ആക്രമിച്ച കേസിൽ മാള പോലീസ് പ്രതികൾക്കെതിരെ ദുർബല വകുപ്പുകൾ ചുമത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. പ്രാദേശിക രാഷ്ട്രീയ നേതാവിന്റെ ഒത്താശയോടെയാണ് നീതി നിഷേധമെന്ന് പരാതിയിൽ പറയുന്നു. മാളയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ ആക്രമിച്ച കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്നതായി ആരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബം അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് പരാതി നൽകി. കഴിഞ്ഞ വർഷം നവംബർ 28 വൈകിട്ട് 6:30 വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ അയൽവാസികൾ ചേർന്ന് ആക്രമിച്ചതായി പരാതിയിൽ പറയുന്നു. സംഭവത്തിന് പിന്നാലെ പെൺകുട്ടിയുടെ കുടുംബം മാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ തുടർന്ന് കേസിൽ ഗൗരവമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്താതെ ദുർബലമായ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്ന് കുടുംബം ആരോപിക്കുന്നു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ SI സാറ് പറയാണ്, ഇത് നിസാര പ്രശ്നമാണ്, അത് നമുക്കങ്ങനെ നീട്ടി കൊണ്ടുപോയാൽ പറ്റില്ല, അവനെ ഒന്ന് പേടിപ്പിച്ച് ഒച്ചയൊക്കെ എടുത്ത് അവനെ വിടാം എന്നൊക്കെയാണ് പറഞ്ഞത്. അത് പറ്റില്ല സാറേ, ഇതൊരു പെൺകുട്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അച്ഛൻ മരിച്ചിട്ട് ഒരു 5 മാസമായിട്ടുള്ളൂ. 5 മാസമായി. പിന്നെ ഞാനാണെങ്കിൽ ഇത്രയും പ്രായമായി, 87 വയസ്സായി എനിക്ക്. കൊച്ചാണെങ്കിൽ ചെറുത്. അപ്പോൾ എനിക്ക് അതിനെ തരണം ചെയ്ത് നിൽക്കാനുള്ള കരുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വിട്ടാൽ പറ്റൂല, എനിക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിട്ടാൽ പറ്റൂല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ അടുത്തുള്ളൊരു ബാലൻ, അയൽവക്കത്തുള്ളതാണ്, ബാലൻ വന്ന് എങ്ങനെ നമ്മളെ അയൽവക്കമല്ലേ, ഇപ്പം അവന് അങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ ബാലന് 2 പിള്ളേരുണ്ട്. അപ്പോൾ അവർ പിന്നെ പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഒത്തീർപ്പാക്കിയിട്ട് പോയാൽ മതി, ഇത് നീട്ടിക്കൊണ്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് ഇത്തിരി ദേഷ്യമൊക്കെ പെട്ട്. പിന്നെ ബാലനും പറഞ്ഞ് ഒത്തീർപ്പാക്കാം എന്നും പറഞ്ഞാണ് ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ പെൺകുട്ടിയാണ്, ആ കുട്ടീനെ ഇങ്ങനെ ദേഹോപദ്രവം ചെയ്ത് കഴിഞ്ഞപ്പോഴേ നമുക്കങ്ങനെ നിസാറായിട്ട് വിട്ടാൽ പറ്റൂലില്ല. അവർ 3 ആള്, അമ്മയും അച്ഛനും മോനും വന്നാണ് ഈ ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ സമയത്ത് കൊച്ചിൻ്റെ കഷത്തി കൂടി ആയിട്ട് നല്ല അമർത്തി പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കാൻ ഞാൻ ബലപ്രയോഗം നടത്തിയാണ് കൊച്ചിനെ അങ്ങോട്ട് പിടിച്ച് മാറ്റിയത്. സ്റ്റേഷനിലേക്ക് വന്ന് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ തീർപ്പാക്കാം, അതുകൊണ്ട് ഇനി കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് അടിപ്രശ്നം വായോണ്ട് നമ്മൾ പറയണുള്ളെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇത് കൈപ്രവൃത്തി ചെയ്ത് അരിവാളിന് വീശ ചെയ്ത് ആ അരിവാളെന്ന കുട്ടിയുടെ കഴുത്തിൽ മുട്ടിയില്ല, അതൊരു ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ എനിക്ക് ആ കുട്ടിക്ക് നീതി കിട്ടണം. ഇതുവഴി പ്രതികൾക്ക് നിയമപരമായ ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും പരാതി നൽകിയിട്ടും മാള പോലീസ് കേസ് ശരിയായ രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ലെന്നും BJPയിലെ പ്രാദേശിക നേതാവിന്റെ ഇടപെടലുകൾ മൂലം ഒത്തുതീർപ്പിന് സമ്മർദ്ദം ചെലുത്തിയതായി കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ വീഴ്ച വരുത്തിയ മാള SHO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് തീർപ്പാക്കാൻ ശ്രമിച്ച പ്രാദേശിക നേതാവിനെതിരെയും നടപടി വേണമെന്നാണ് കുട്ടിയുടെ അമ്മ ആവശ്യപ്പെടുന്നത്. മീഡിയ ടൈം, മാള. കേരള സ്കൂൾ കലോത്സവം രണ്ടാം ദിനം പിന്നിടുമ്പോൾ പോയിന്റ് നിലയിൽ ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെക്കുകയാണ് ഓരോ ജില്ലകളും. കേരളത്തിന്റെ സാംസ്കാരിക തട്ടകം കലോത്സവത്തെ ഏറ്റെടുക്കുമ്പോൾ കാണികളായി മത്സരവേദിയിൽ എത്തുന്നവരും നിരവധിയാണ്. കലോത്സവ വേദികളുടെ പേരുകൾ പോലെ ഓരോ വേദിയും ആസ്വാദനത്തിന്റെ അതിർവരമ്പുകൾ ഭേദിക്കുന്ന വസന്തകാലമാണ് സമ്മാനിക്കുന്നത്. നിറഞ്ഞ കസേരകളും ചുറ്റും മനുഷ്യമതിൽ തീർക്കുന്ന കാണികളുമെല്ലാം കലോത്സവത്തിൻ്റെ ജനകീയത വർദ്ധിപ്പിക്കുകയാണ്. പ്രായഭേദമന്യേ കലോത്സവ നഗരിയിലേക്ക് ഒഴുകിയെത്തുന്ന സാധാരണക്കാർ, സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ തുടങ്ങിയവർ
ഓരോ വേദിയെയും ജനസാഗരമാക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലും ആഞ്ഞുവീശുന്ന പൊടിക്കാറ്റും മഞ്ഞുപൊഴിയുന്ന സന്ധികളുമെല്ലാം ഈ കലാ ആസ്വാദത്തിന് മുൻപിൽ നിഷ്പ്രഭമാവുകയാണ്. മഞ്ഞുപൊഴിയുന്ന സന്ധ്യകളുമെല്ലാം ഈ കലാ ആസ്വാദനത്തിന് മുൻപിൽ നിഷ്പ്രഭമാവുകയാണ്. ഓരോ ഇനം മത്സരങ്ങളും അവസാനിക്കുമ്പോൾ കാഴ്ചക്കാരിൽ ആസ്വാദനത്തിൻ്റെ പുതിയ തലം സമ്മാനിക്കുന്നുണ്ട്. സംഘനൃത്തവേദിയെ കീഴടക്കിയ നന്ദനം ചലച്ചിത്ര തീം നൃത്താവിഷ്കാരം മുതൽ ചാക്യാന്മാരുടെ സമകാലിക സാമൂഹ്യ അവതരണം വരെ ആസ്വാദനത്തിൻ്റെ പുത്തൻ അനുഭവങ്ങൾ പകരുന്നവയാണ്. കലോത്സവ വേദികളുടെ പേരുകൾ പോലെ ഓരോ വേദിയും ആസ്വാദനത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിക്കുന്ന വസന്തകാലമാണ് സമ്മാനിക്കുന്നത്. മീഡിയ ടൈം തൃശൂർ. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ ക്ഷേത്രത്തിൽ മോഷണം, ഭണ്ഡാരങ്ങൾ കവർന്നു. കാര പുതിയ റോഡ് ശ്രീകൃഷ്ണ മാരുതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് പുലർച്ചെ 2:45 സംഭവം. ക്ഷേത്രനടയിൽ വെച്ചിരുന്ന വലിയ ഭണ്ഡാരം എടുത്തുകൊണ്ടുപോയി കുത്തിത്തുറന്ന നിലയിലാണ്. മറ്റൊരു ഭണ്ഡാരവും കുത്തി തുറന്നിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഭണ്ഡാരം തുറക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. ഏകദേശം 10,000-ലധികം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ലോട്ടറി ടിക്കറ്റും ഭണ്ഡാരത്തിന് സമീപത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്രം ഭാരവാഹികൾ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ 1-ാം താലപ്പൊലി നാളായ ഇന്ന് പുലർച്ചെ വിവിധ സമുദായക്കാരുടെ അനുഷ്ഠാനങ്ങളും പൂജകളും ക്ഷേത്ര സങ്കേതത്തിൽ നടന്നു. മലയാള മാസം 1-ാം തീയതി നടക്കുന്ന 1-1000 യോഗത്തിന്റെ കൂട്ടമിരിക്കൽ ചടങ്ങും ക്ഷേത്രാങ്കണത്തിൽ നടന്നു. താലപ്പൊലി ഉത്സവ ചടങ്ങുകൾക്കായി ദേവസ്വം അധികൃതർ വലിയ തമ്പുരാനിൽ നിന്ന് അനുവാദവും അനുഗ്രഹവും വാങ്ങി. നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം നോറ്റ് തെക്കൻ മലയിറങ്ങി ഇരുമുടിക്കെട്ടുമായി വന്നെത്തിയ മലയരയന്മാർ ക്ഷേത്രാങ്കണത്തിൽ ദേവിക്ക് നിവേദ്യമർപ്പിച്ചു. ക്ഷേത്രവുമായി ചരിത്രപരമായ ബന്ധമുള്ള കുടുംബി സമുദായം സവാസിനി പൂജയും ആടിനെ നടത്തള്ളലും രാവിലെ നടന്നു. കുടുംബി സമുദായത്തിലെ സ്ത്രീകൾ ദീർഘസുമംഗലീവരത്തിനായി നടത്തുന്ന ചടങ്ങാണ് സവാസിനി പൂജ. തെക്കേനടയിൽ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആടിനെ എഴുന്നള്ളിച്ച് നടതള്ളുന്നതും കുടുംബി സമുദായത്തിൻ്റെ പരമ്പരാഗത ആചാരമാണ്. മലയാള മാസം 1-ാം തീയതി നടക്കുന്ന 1-1000 യോഗത്തിൻ്റെ കൂട്ടമിരിക്കൽ ചടങ്ങും ക്ഷേത്രാങ്കണത്തിൽ നടന്നു. 4 ദിവസത്തെ താലപ്പൊലി ഉത്സവ ചടങ്ങുകൾക്കായി ദേവസ്വം അധികൃതർ വലിയ തമ്പുരാനിൽ നിന്ന് അനുവാദവും അനുഗ്രഹവും വാങ്ങി. ഉത്സവ നടത്തിപ്പിനായി കിഴക്കേനടയിലെ കോട്ടക്കോവിൽ അകത്തെത്തിയ തമ്പുരാൻ കെ കുഞ്ഞുണ്ണിരാജയ്ക്ക് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം മാനേജർ കെ വിനോദ് എന്നിവർ ചേർന്ന് കാഴ്ചക്കുല സമർപ്പിച്ചാണ് അനുവാദം വാങ്ങിയത്. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. ജനുവരി 15 കേരളത്തിൽ പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുന്നു. ഗുരുതര രോഗങ്ങളിലൂടെയും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള രോഗങ്ങളിലൂടെയും കടന്നുപോകുന്ന രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ജീവിതത്തിലെ അവസാന ഘട്ടങ്ങൾ സ്വാന്തനപരവും കരുണാപൂർവമായിരിക്കാൻ സഹായിക്കുന്നതാണ് ഈ ദിനത്തിന്റെ മുഖ്യ ലക്ഷ്യം. പാലിയേറ്റീവ് കെയർ സാരമായ ശാരീരിക വേദന മാത്രം കുറയ്ക്കുന്ന ചികിത്സയല്ല. ഇത് രോഗിയുടെ മാനസികാശ്വാസത്തിനും ആത്മീയ സംതൃപ്തിക്കും കുടുംബത്തിനുമുള്ള പിന്തുണയ്ക്കും സഹായകമാണ്. ഡോക്ടർമാർ, നഴ്സുമാർ, സാമൂഹിക പ്രവർത്തകർ, സൈക്കോളജിസ്റ്റുമാർ എന്നിവരുടെ ചേർന്ന
ശ്രമത്തിലൂടെയാണ് രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നത്. ഈ ദിനത്തിൽ ആശുപത്രികളും ആരോഗ്യ സംഘടനകളും സെമിനാറുകൾ, ശില്പശാലകൾ, പൊതുപ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ച് സമൂഹത്തെ ഈ സേവനത്തിന്റെ പ്രാധാന്യത്തിൽ പങ്കുവെക്കുന്നു. മാള പാലിയേറ്റീവ് കെയർ സെന്റർ, മാള ബ്ലോക്ക് പഞ്ചായത്ത്, കെ കരുണാകരൻ സ്മാരക ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു എടത്താടൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ പോൾസൺ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ ദേവദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കേശവൻകുട്ടി, ഡെൻസി ഡെൻപോൾ, ധർമ്മരാജൻ, ബിന്ദു റപ്പായ്, ഫാത്തിമ നിസാർ, മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, ഹെൽത്ത് സൂപ്പർവൈസർ മധുസൂദനൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുമേഷ് ബാബു എന്നിവർ സംസാരിച്ചു. മാള പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നിന്ന് പാലിയേറ്റീവ് കെയർ ദിന സന്ദേശം നൽകിക്കൊണ്ട് സംഘടിപ്പിച്ച റാലിയിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, മാള കാർമൽ കോളേജിൽ നിന്നുള്ള 100ഓളം വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. റാലിക്ക് ശേഷം പാലിയേറ്റീവ് ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഫവാസ് ക്ലാസ് നയിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് തല പാലിയേറ്റീവ് ദിനാചരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി കെ ജിനേഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജിജി മാതിരപ്പള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ഗോകുൽനാഥ്, നിത്യ ജോഷി, ഗീത ജയശ്രീ, അശ്വതി, കവിത, ജിഷ ജോസ്, സിനി രൂപേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോൾസൺ കൊടിയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ ദേവദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കേശവൻകുട്ടി, ഡെൻസി പോൾ, ധർമ്മരാജൻ, ബിന്ദു റപ്പായ്, ഫാത്തിമ നിസാർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അണ്ണ ഐനിക്കൽ പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി. വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ, ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നിന്നും കെ കരുണാകരൻ സ്മാരക ആശുപത്രിയിലേക്ക് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി അതിരപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം, വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെറ്റിലപ്പാറ ആയുർവേദ ഡിസ്പെൻസറി, കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ റാലിയും പാലിയേറ്റീവ് പ്രതിജ്ഞയും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് BS സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷ സരിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. ഡോക്ടർ MS കൃഷ്ണ പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി. സോനു സുകുമാരൻ, ജോണി കല്ലേലി, ഡോക്ടർ ജസ്ലിൻ ജോസ്, റെയ്നി റാഫേൽ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ചാലക്കുടിയിൽ ലോഡ്ജ് മുറിയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് താമരശ്ശേരി സ്വദേശി കാഞ്ഞിരക്കാട്ട് വീട്ടിൽ ജോസഫിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. സൗത്ത് ജംഗ്ഷനിൽ നഗരസഭ ബസ് സ്റ്റാൻഡിന് സമീപം ബോംബെ ടൂറിസ്റ്റ് ഹോമിലെ 108 നമ്പർ മുറിയിലാണ് വ്യാഴാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടത്. ജനുവരി 11-നാണ് ഇയാൾ ഇവിടെ മുറിയെടുത്തത്. വ്യാഴാഴ്ച രാവിലെ മുറിയിൽ നിന്നും ദുർഗന്ധവും രക്തവും വരുന്നത് കണ്ട ജീവനക്കാർ വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് രക്തം വാർന്ന് താഴെ വീണുകിടക്കുന്ന നിലയിൽ കണ്ടത്. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാള സെന്റ് തെരാസസ് കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും കോളേജ് ദിനാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമവും ഫെബ്രുവരി 14 ശനിയാഴ്ച കോളേജ് ക്യാമ്പസിൽ നടക്കുമെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കോളേജ് ബഹുമാനപ്പെട്ട പരേതനായിട്ടുള്ള ഫാദർ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വൈദികൻ ആരംഭിച്ചത്. അത് വളർന്നു വർഷങ്ങളിപ്പോൾ 50 വർഷം പിന്നിടുകയാണ്. 13 വർഷം മുമ്പാണ് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജായിട്ട് അതിനെ ഉയർത്തപ്പെട്ടത്. 13 വർഷത്തിൻ്റെ ഒരു പ്രായവും അതിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം ബഹുമാനപ്പെട്ട ആൻഡോ പറഞ്ഞതുപോലെ വളരെയധികം കുട്ടികൾക്ക് ഒരു അത്താണിയായിരുന്നു കോട്ടയ്ക്കൽ കോളേജ്. പ്രത്യേകിച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ നിന്നും ഒത്തിരിയേറെ കുട്ടികൾ നമ്മുടെ കോളേജിൽ വരികയും പഠിക്കുകയും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന നിലയിൽ ഈ ജൂബിലി വർഷത്തിൽ ഒത്തിരിയേറെ പുതിയ കുറേ സംരംഭങ്ങളും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ക്രൈസ്റ്റ് കോളേജ് നമ്മളെ മെൻറ്ററിങ് ആണ്. ഞാൻ ക്രൈസ്റ്റ് കോളേജിൻ്റെ കൂടി ഡയറക്ടർ ആയതുകൊണ്ട് ആണ് ഞാനിത് കൂടി ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആ കോളേജിൻ്റെ എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. ഒരുപക്ഷെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ആവുകയാണെങ്കിൽ നമ്മുടെ ഈ കോളേജൊക്കെ അതിൻ്റെ പാർട്ടായിട്ട് വരും. അപ്പം അങ്ങനെയുള്ളൊരു വീക്ഷണത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. സമാപന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും. കലാപരിപാടികൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, മുൻ അധ്യാപകരെ ആദരിക്കൽ എന്നിവ ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഫാദർ വിൽസൺ തറയിൽ, പ്രിൻസിപ്പൽ അൽഫോൺസ് ലിഗോരി, ഡോക്ടർ MP ആന്റണി, തോമസ് KJ, KP ആന്റണി, ഡേവിസ് കാച്ചപ്പള്ളി, ഫൈസൽ ബക്കർ എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ചാലക്കുടി മേലൂർ കാലടി ശിവക്ഷേത്രത്തിലെ ഉത്സവം 19 മുതൽ 26 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 19 വൈകിട്ട് 6:30 ക്ഷേത്രം തന്ത്രി അഴകത്ത് ശ്രീകുമാർ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിക്കും. 21 ശീവേലി, 23 വൈകിട്ട് 7 തട്ടകത്തരങ്ങ്, 24 വൈകിട്ട് 4 മേളം, 7 തൃക്കാലടിയപ്പൻ സേവാ കീർത്തി പുരസ്കാര സമർപ്പണം, പഞ്ചവാദ്യം, 25 രാത്രി 8 പള്ളിവേട്ട, വേണു നമ്പിടിയുടെ മേളം, 26 രാവിലെ ആറാട്ട്, വൈകിട്ട് 6:30 മദലക്കേളി എന്നിങ്ങനെയാണ് പ്രധാന പരിപാടികൾ. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, രാജൻ മല്ലിശ്ശേരി, MP രാധാകൃഷ്ണൻ, PS പ്രീതികുമാർ, രജനീഷ് മുല്ലപ്പിള്ളി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ MES അസ്മാബി കോളേജിൽ RTISL, IQAC എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിവരാവകാശ നിയമം അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് TK രാമകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരാവകാശ ഓഫീസർമാർ പരിപാടിയിൽ പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സമീന കളത്തോടി, മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് ഷൈൻ VM, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ദ് സദാനന്ദൻ, ഡോക്ടർ ജിമോൾ എന്നിവർ സംസാരിച്ചു. കൊരട്ടി ആറ്റപ്പാടം പാലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരചൊവ്വ ആറാട്ടുത്സവത്തിന് തന്ത്രി ഡോക്ടർ NP ഷാജു, മേൽശാന്തി VK സുധീർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റി. പ്രസിഡന്റ് KK വേലായുധൻ, സെക്രട്ടറി VR ബിജു, ട്രഷറർ KR രമേശൻ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ KK ചന്ദ്രൻ, VK മധുസൂദനൻ, KT സജീവ്, KI മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. വെളുത്തുപറമ്പിൽ ക്ഷേത്രത്തിൽ നിന്നും കൊടിയും കൊടിക്കൂറയും എഴുന്നള്ളിപ്പ് നടത്തി. ആറ്റപ്പാടം, കട്ടപ്പുറം, കൂട്ടാലപ്പുറം, അന്നനാട് ഭാഗങ്ങളിൽ നിന്നുള്ള തണ്ടിക വരവ്, വാസ്തുരഘോഷാഗ്ന ഹോമം, വാസ്തുബലി എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാളയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പോലീസ് നീതി നിഷേധം നടത്തിയെന്ന് ADGPക്ക് പരാതി. മാള പോലീസ് പ്രതികൾക്കെതിരെ ദുർബല വകുപ്പുകൾ ചുമത്തിയെന്നാണ് പരാതിയിൽ പരാമർശം. സ്കൂൾ കലോത്സവം വാശിയേറിയ 2ാം ദിനത്തിലേക്ക്. കാണികളായി മത്സരവേദിയിൽ എത്തുന്നവരും നിരവധി. പോയിന്റ് നിലയിൽ ഇഞ്ചോടിഞ്ച് മത്സരം. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ ക്ഷേത്രത്തിൽ മോഷണം, ഭണ്ഡാരങ്ങൾ കവർന്നു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.